എല്ലാ വർഷത്തെയും പോലെ ഇതിനൊരു നിലനിൽക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിൻ്റെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവുകൾ അതിനനുസരിച്ച് ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ വിവിധ കമ്മിറ്റികൾ നമുക്ക് ഇന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റികൾ ചേർന്ന് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം നിലനിർത്തുകയാണ്. ഒരേ സമയം നാട്ടിലെ തദ്ദേശീയർക്കും അതേസമയം തന്നെ വിനോദസഞ്ചാരത്തിനും കൂടി നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് ഓണം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ വിദേശികളൊക്കെ അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് എന്നത് കണക്കാക്കി അവരെ കൂടി ഇതിൽ കൊണ്ടുവരാൻ ഉള്ള പരിശ്രമങ്ങൾ നടക്കുന്നെങ്കിലും വന്നിട്ടില്ല. നമ്മുടെ കലാരൂപങ്ങൾ, ഇപ്പോൾ തെയ്യമാണെങ്കിലും പടയടിയാണെങ്കിലും തോൽപ്പാവ് കൂത്താണെങ്കിലും മുടിയാട്ടമാണെങ്കിലും അല്ലെങ്കിൽ അതുപോലത്തെയുള്ള അനുഷ്ഠാന കലകളും കലാരൂപങ്ങളും ഒക്കെ കാണാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ പലപ്പോഴും ഈ പ്രധാന വേദിയിൽ അത് വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ 2000 മുതൽ പഠിച്ച് പൊതുപ്രവർത്തനം നടത്തി ഒക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും പോകുമ്പോൾ കാണുന്നത് അതിന് നമ്മൾ വേറൊരു കോർണറാണ് കൊടുക്കുന്നത്, അതിനുവേണ്ടി മാത്രമുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ മെയിൻ നിശാഗന്ധിയിൽ തന്നെ 6 മണി മുതൽ 7 മണി വരെ ഈ മെയിൻ വെന്യൂവിൽ തന്നെ ഈ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾക്ക് 1 മണിക്കൂർ സമയം കൊടുക്കാം. നമുക്ക് തിരുവനന്തപുരത്തെ എല്ലാ ഹോട്ടലുകൾക്കും ഈ 7 ദിവസത്തെയും ഈ 1 മണിക്കൂറുള്ള ഇത്തരം കലാരൂപങ്ങൾ ഇംഗ്ലീഷിലുള്ള ബ്രോഷർ തയ്യാറാക്കി ഹോട്ടലുകൾക്ക് നമ്മൾ അവിടെ താമസിക്കുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇതിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി കൊടുക്കാം. കവടിയാർ മുതൽ മണക്കാട് വരെ അത് ഗവൺമെന്റിന്റെ ഉത്തരവ് ഇറങ്ങും, ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഈ ഗ്രീൻ പ്രോട്ടോകോളിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് പിന്നെ കോർപ്പറേഷനാണ്. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര ഈ 3 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മീഡിയ നമ്മൾ ഓണത്തിന്റെ പരസ്യം കൊടുക്കണം. കാരണം അതിനപ്പുറം കൊടുത്തിട്ട് കാര്യമില്ല. ഓണം ആയതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് പോണ്ടിച്ചേരി ആഭ്യന്തര ടൂറിസ്റ്റുകൾ വരുന്നത്. അവിടുത്തെ ഏറ്റവും ആളുകൾ കാണുന്ന വ്യൂവർഷിപ്പുള്ള വിഷൻ പ്രിന്റ് മീഡിയാസിൽ ഓണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് നമ്മളിവർ നടത്തിയിട്ടില്ല. അത് കാരണം അവർക്കും കൂടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്, വള്ളസദ്യ എന്താണ്, വള്ളംകളി എപ്പോഴാണ്, ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ എപ്പോഴാണ്,